ദിയ കൃഷ്ണ അവരുടെ പ്രഗ്നൻസി വ്ളോഗ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ അപ്ലോഡ് ചെയ്യുന്ന വ്ളോഗ് വീഡിയോസ് മലയാളികളെല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ഒരു ഡയമെൻഷൻ ഉണ്ടല്ലോ, പ്രഗ്നൻസി വ്ളോഗ്, അതിൻ്റെയൊക്കെ ഒരു ഡയമെൻഷൻ തന്നെ മാറ്റിക്കളഞ്ഞ ഒരു പ്രഗ്നൻസി വ്ളോഗാണ് ഇവർ ചെയ്തു വെച്ചത്. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഒരുപാട് പോസിറ്റീവ് നോട്ടിൽ ഒരുപാട് പേര് ഇതിൽ കുറേ ചർച്ചകളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ വളരെ റെലവൻ്റായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്ക് ഇതാദ്യം തന്നെ ഞാനും സ്നേഹി ദിയ കൃഷ്ണ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല സ്ത്രീകളും വന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്നത് മൊത്തം അവരുടെ ട്രോമാസാണ്, അവരനുഭവിച്ച വിഷമങ്ങൾ ഈ പ്രഗ്നൻസി ടൈമിൽ. അവർക്ക് ആ ഒരു ടൈമിൽ ആളൊപ്പമില്ലാത്തതും അങ്ങനെ പല ഹോസ്പിറ്റൽസിൽ നിന്നുണ്ടാകുന്ന ബാഡ് ബിഹേവിയർ സ്റ്റാഫിൻ്റെ, അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ അവരിങ്ങനെ പറഞ്ഞു പോകണം. അപ്പോൾ അവർ നോക്കി കാണുമ്പോൾ എന്താ, ഒരു ലേബർ സൂട്ട് റൂമിൽ കിടന്നിട്ട് ഈ പറഞ്ഞ ദിയ കൃഷ്ണയുടെ പ്രസവം നടക്കുന്നു, ഫാമിലി ഒപ്പം നിൽക്കുന്നു, ഭയങ്കര ഒരു ഹാപ്പി ആംബിയൻസിൽ കിടിലമായിട്ട് ഒരു ഏതൊരു എന്താ പറയുക മറ്റേ ട്രോമ അനുഭവിച്ച സ്ത്രീക്കും ഇത് കാണുമ്പോൾ മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒരു ഹോപ്പുമാണ്. ഓക്കെ, ഇനി പ്രസവിക്കാനോ അല്ലെങ്കിൽ ഗർഭിണികളാവാൻ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പ്രസവിക്കാൻ പോകുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു ഡ്രീം കൈൻഡ് ഓഫ് ആംബിയൻസ് ആൻഡ് ഫ്രെയിമാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നതും, ഞാൻ പറയുമ്പോൾ ചർച്ച ആവേണ്ടത്, ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ സർക്കാർ സിസ്റ്റങ്ങളടക്കം ഈ കാര്യങ്ങൾ ഭയങ്കര റെലവൻ്റ് ആയിട്ട് നോക്കി. കാരണം ഈ ലേബർ റൂം, ലേബർ വാർഡ്, അങ്ങനത്തെ സെറ്റപ്പുകളുണ്ടല്ലോ സർക്കാർ ഹോസ്പിറ്റൽസിലും പരിപാടികളിലൊക്കെ, അതൊക്കെ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത്. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരു ലേബർ സൂട്ട് കൊടുക്കണം എന്നല്ല, ബട്ട് എല്ലാവർക്കും ക്വാളിറ്റിയുള്ള എന്താ പറയുക ഒരു ക്വാളിറ്റി മാതൃകയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റും വളരെ എന്താ പറയുക ക്വാളിറ്റിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സിസ്റ്റം കൊണ്ടുവന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ കാശുള്ളവർ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനമായി മാറും ഈ പറഞ്ഞ ലേബർ സൂട്ടും പരിപാടികളൊക്കെ. ഈ ലേബർ സൂട്ടിനെ കുറിച്ചിട്ട് ഈ ഡോക്ടർ സൗമ്യ സരിൻ അവരുടെ ഈ ദിയ കൃഷ്ണ റിലേറ്റഡ് ആയിട്ട് വീഡിയോയിലൊരു കാര്യം പറയുന്നുണ്ട്. അതിന് മുമ്പ് ഈ ശ്രീലക്ഷ്മി അറക്കൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ദിയ കൃഷ്ണയ്ക്ക് പൈസയുണ്ട്, ലക്ഷറി സെറ്റപ്പ് ചെയ്ത് പ്രസവിക്കാൻ കഴിയും, പക്ഷേ അങ്ങനെ പണമില്ലാത്തവരുടെ പ്രസവം എങ്ങനെയായിരിക്കും? ദിയ കൃഷ്ണയുടെ പ്രസവം കണ്ടപ്പോൾ എനിക്ക് പേടിയാണ് വന്നത്. എൻ്റെ ചെറിയ വയസ്സ് തൊട്ട് ഈ പ്രസവം പരിപാടി പേടിയാണ്. എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ അമ്മയാകില്ല, പ്രസവിക്കില്ല എന്ന് തീരുമാനമെടുത്തതാണ്. അമ്മയാവുക എന്നതൊരു ചോയ്സാണ്. അത് ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നെപ്പോലെ. എനിക്ക് പണ്ട് തൊട്ട് തന്നെ ബുദ്ധിയുണ്ട് എന്ന് ഇപ്പോൾ ഒന്നുകൂടെ തോന്നുന്നു. ദിയ കൃഷ്ണയെ പോലെയുള്ള ഒരു സെലിബ്രിറ്റിക്ക് ഈ ലോകത്തേക്ക് കുട്ടിയെ കൊണ്ടുവന്നാൽ അതിനെ മാന്യമായി വളർത്താനുള്ള ക്യാപിറ്റലുണ്ട്. എന്നാൽ ഇന്ത്യ പോലൊരു ദാരിദ്ര്യ നിറഞ്ഞ രാജ്യത്ത് ഒരു കുട്ടിയെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിയുമോ? കുട്ടികളെ വെറുതെ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരെ മര്യാദയ്ക്ക് നോക്കാൻ കഴിയാത്ത ദാരിദ്ര്യരായ ആളുകളോട് എനിക്ക് സഹതാപമാണ്. കുട്ടികളെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരെ മര്യാദയ്ക്ക് നോക്കാൻ കഴിയാത്ത പണക്കാരായ ആളുകളോടും എനിക്ക് പുച്ഛവും ദേഷ്യവുമാണ്. ആൻഡ് അവരൊന്നും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ, ദിയ കൃഷ്ണ പ്രസവം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മനസ്സിലോർത്ത പ്രിവിലേജ് ഇല്ലാത്ത പല അമ്മമാരെ കുറിച്ചാണ്. സിസേറിയൻ ചെയ്യുന്ന ദിവസം പോലും ഒരാളും കൂടെ ഇല്ലാതെ ഇരുന്ന എൻ്റെ അമ്മയെ പോലെയുള്ള സ്ത്രീകൾ പറ്റിയും സിമിലർ ആയ ആണുങ്ങൾ പണി കൊടുത്തു കടന്നു കളയുന്ന സിംഗിൾ അമ്മമാരെ പറ്റിയുമാണ്. എത്രമാത്രം ക്രൂരതയാണ് എൻ്റെ അച്ഛൻ എന്ന മൈരൻ എൻ്റെ അമ്മയോട് ചെയ്തത്. എൻ്റെ മനസ്സിൽ അയാളോടുള്ള പക തീരാതെ ജ്വലിക്കുന്നിരിക്കുന്നു. എൻ്റെ അമ്മയെ മാത്രമേ, അത്രയെത്ര പാവപ്പെട്ട പെണ്ണുങ്ങളെ അയാൾ ഇങ്ങനെ കല്യാണം കഴിച്ച് ഗർഭിണിയാക്കി കടന്നു കളഞ്ഞു കാട്ടുമൈരൻ. അവൻ എങ്ങാനും എൻ്റെ കൺമുന്നിൽ വന്നു പെട്ടാൽ അവനെ തല്ലിക്കൊന്നു ഇരുമ്പിൻ്റെ വടിയിൽ ഞാൻ കൊച്ചിയിലെ തന്നെ എൻ്റെ വീട്ടിൽ കരുതിയിട്ടുണ്ട്. ആരുമില്ലാത്ത, പൈസ ഇല്ലാത്ത, പ്രിവിലേജ് ഇല്ലാത്ത സർക്കാർ ആശുപത്രികളിൽ
സർവ്വവേദനയും സഹിച്ച് പ്രസവിക്കുകയും സിസേറിയൻ ചെയ്യുകയും ചെയ്യുന്ന പാവപ്പെട്ട നിസ്സഹായരായ സ്ത്രീകളെക്കുറിച്ചാണ് ആ പ്രസവ വീഡിയോയുടെ സമയത്ത് ഞാൻ മൊത്തം വിചാരിച്ചതെന്ന് പറഞ്ഞിട്ട് ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ഒരു പോസ്റ്റ്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് ഇപ്പോൾ അവർ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എനിക്കിവർ എഴുതിയിട്ട കാര്യങ്ങൾ എനിക്ക് എവിടെയും ഒരു വിയോജിപ്പ് തോന്നിയിട്ടില്ല. കാരണം അവർ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമ്മളെ സൊസൈറ്റിക്കകത്ത് ഒരു കടമ പോലെ കല്യാണം കഴിച്ചു, കുട്ടികൾ ഇനി ഉണ്ടായേ പറ്റൂ. ഈ കുട്ടികൾ ഉണ്ടാക്കുമ്പോൾ നോക്കാനുള്ളൊരു മെച്യൂരിറ്റി ഈ ആണിനും പെണ്ണിനും ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ പാരൻ്റായിട്ട് നിന്നിട്ട് അച്ഛനമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു നോക്കാനുള്ളൊരു മെച്യൂരിറ്റി എടുക്കുന്നുണ്ടോ എന്നുള്ളത് ആരും നോക്കാറില്ല. സാമ്പത്തിക അവസ്ഥ ഉണ്ടോ എന്നുള്ളത് നോക്കാറില്ല. ഇനി സാമ്പത്തിക അവസ്ഥ ഉള്ള ഒരുത്തനും ഒരുത്തിയാണെങ്കിൽ തന്നെ അവരുടെ ലൈഫ് ബിസി ആകുമ്പോൾ ഇവരാരും നോക്കുന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല. ഇങ്ങനെയാണ് പലരും, മെജോറിറ്റി ആളുകളും ഇപ്പോൾ സൊസൈറ്റിയിൽ ഒരു കുട്ടി ലോകത്തേക്ക് അവർ കൊണ്ടുവരുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? നോ യൂസ്. അപ്പോൾ പിന്നെ ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ളവർ ചിന്തിക്കുന്ന പോലെ വേണ്ട, അങ്ങനെ ചിന്തിച്ചാലും മതി. കാരണം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ അതിനെ നോക്കാതെ അതിനെ ഉപദ്രവിച്ചിട്ടും അതിനെ ഇല്ലാതാക്കുന്നതും ഒരു മോശമായ അവസ്ഥയല്ലേ. പിന്നെ ഇവർ പറയുന്ന കാര്യം വളരെ കൃത്യമാണ്. ദിയാകൃഷ്ണയുടെ കേസിൽ ദിയാകൃഷ്ണയുടെ ഫാമിലിക്ക് ആൻഡ് ദിയാകൃഷ്ണയ്ക്ക് സെൽഫായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റും ഒരു ലേബർ സൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഇവിടെ എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? സർക്കാർ സെറ്റപ്പിലൊന്നും ആർക്കും അത് കിട്ടാൻ പോകുന്നില്ല. മെജോറിറ്റി ആളുകളും സർക്കാർ സെറ്റപ്പിലൊക്കെ പോയിട്ട് തന്നെയാണ് പ്രസവിക്കുന്നത്. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ദിയാകൃഷ്ണേൻ്റെ ഇങ്ങനത്തെ ഒരു ലേബർ സൂട്ട് കാണുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക, സ്വർഗം ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫിലൊരു ഡ്രീമൊക്കെ കാണുമല്ലോ ചിലർക്ക്, ഇന്ന രാജ്യത്ത് പോകണം, ഇന്ന ഭക്ഷണം, അങ്ങനെ എന്തെങ്കിലും ഒരു മോഹം പോലെ സ്വപ്നം പോലെ ചിലർക്ക് എന്താണ് ഇപ്പോഴും അത് കയ്യെത്താ ദൂരത്താണ്. ഒരിക്കലും ഒരു സ്വപ്നത്തിന് മാത്രമേ നടക്കൂ, അവർക്ക് ഒരിക്കലും അത് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു സെറ്റപ്പാണ്. അപ്പം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിൽ മാറ്റം വരണം. ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളവിടെ ആരോഗ്യ മേഖല ഇമ്പ്രൂവ് ചെയ്യുന്നു. നമ്പർ 1 പല രീതിയിലുള്ള എന്താ പറയുക സംഗതികളൊക്കെ നടക്കുന്നുണ്ട്, അതിനൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഇവിടെ നടക്കേണ്ടത് എന്താ, എത്രയോ ആൾക്കാർ പ്രൈവറ്റിലാണെങ്കിലും സർക്കാർ ആശുപത്രിയിലാണെന്നുണ്ടെങ്കിലും ലേബർ സൂട്ട് എന്നുള്ള ഒരു കിട്ടാക്കനി, മനസ്സിലായോ? ആ ഒരു പൈസ ഇല്ലാത്തത് കൊണ്ട് ആ സെറ്റപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേണടേ. ഇവിടുത്തെ അമ്മമാർക്ക് ഞാൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ അമ്മമാർക്ക് ആവശ്യം എന്താ, ഒപ്പം ഹസ്ബൻഡ് നിൽക്കണം, പാരൻസ് നിൽക്കണം, അവരെ നല്ലൊരു ആംബിയൻസിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് ഞാൻ പറയുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ എല്ലാവർക്കും ഒരു ലേബർ സൂട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഉള്ള ഫെസിലിറ്റി ഫുൾ നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ ഒരു ഇപ്പം എന്താ പറയുക ഏറ്റവും ലോ ക്ലാസ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു എബോവ് ആവറേജ് ലെവലിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും എന്താ ഈ പറഞ്ഞ പോലെ ഒരു മനസ്സമാധാനമായിട്ട്, ഈ പ്രശ്നങ്ങളൊന്നുമില്ല, മനസ്സമാധാനമായിട്ട് പ്രസവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പുകൾ ഉണ്ടാക്കി കൊടുത്താൽ കുറേയൊക്കെ നന്നായിരിക്കും. ഇവിടെ ഈ ലേബർ സൂട്ട് സെറ്റപ്പിനെ കുറിച്ചിട്ട് സൗമ്യ സരിൻ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രസവം എല്ലാവർക്കും പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രസവം എല്ലാ സ്ത്രീകൾക്കും പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത്. അത് നമ്മുടെ ഒരു എന്താ പറയുക ആഗ്രഹം, കുറച്ചു കാലത്തേക്കെങ്കിലും അതൊരു ആഗ്രഹം മാത്രമായിട്ടേ നിൽക്കൂ. അതെനിക്കും അറിയാം. കാരണം അവരതിൽ പറയുന്നുണ്ടല്ലോ, ദിയ പറയുന്നുണ്ട്, അവര് ലേബർ സ്വീറ്റിലേക്കാണ് പോകുന്നത്. ഈ ലേബർ സ്വീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ റൂമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന വൈറ്റസ് ആശുപത്രിയിൽ, നെന്മാറയിലുള്ള വൈറ്റസ് ആശുപത്രിയിൽ ആ സൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ ലേബർ സ്വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു റൂമാണ്. അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹോട്ടൽ റൂമൊക്കെ പോലെ. അപ്പോൾ രോഗിക്ക് കിടക്കാനുള്ള റൂം, അവരുടെ ബൈസ്റ്റാൻഡർക്കുള്ള റൂം അത് അവിടെ ഉണ്ടാവും. അതിനോട് തന്നെ ചേർന്നിട്ട് അതിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ പറ്റുന്ന രീതിയിൽ അപ്പുറത്ത് തന്നെ ലേബർ റൂം. ഓക്കെ, അപ്പോ നമ്മളൊരു വീട്ടിൽ തന്നെ ഒരു റൂമിൽ കടന്ന് പ്രസവിക്കുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ അവിടെ തന്നെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. പ്രസവിക്കാനുള്ള സൗകര്യം, കുട്ടിയെ റിസീവ് ചെയ്യാൻ, കുട്ടിയെ റിസസിറ്റേറ്റ് ചെയ്യാൻ, എല്ലാ സൗകര്യങ്ങളും ഒരു ലേബർ റൂമിൽ വേണ്ട എല്ലാ സൗകര്യങ്ങൾ തന്നെ ഒരു റൂമിൽ, ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ അപ്പുറത്ത് വേറൊരു ബെഡ്റൂം ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ കുടുംബാംഗങ്ങൾക്ക് ഇരിക്കാം, കിടക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിനെയാണ് ഈ ലേബർ സ്വീറ്റ് എന്ന് പറയുന്നത്. നോക്കൂ, വളരെ മുന്തിയ ആശുപത്രികളിൽ മാത്രമുള്ള ഒരു സൗകര്യമാണത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഒരു ഇടത്തരമുള്ള പ്രൈവറ്റ് ആശുപത്രികളിൽ പോലും ലേബർ സ്വീറ്റ് ഒന്നുമില്ല, എല്ലാവർക്കും ലേബർ വാർഡ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ താലൂക്ക് ആശുപത്രികളും മെഡിക്കൽ കോളേജൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലേബർ വാർഡുകളാണ് അല്ലെ. ലേബർ അവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബെഡുകൾ തമ്മിൽ, അതായത് ഗർഭിണികൾ കിടക്കുന്ന 2 ബെഡുകൾ തമ്മിൽ തന്നെ, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ്. അപ്പൊ ഞാൻ ആ ഒരു ലേബർ റൂമൊക്കെ ആലോചിച്ച് നോക്കുമായിരുന്നു. ഇങ്ങനെ ഒരു അറ്റത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പേരാണ്
പ്രസവിക്കാൻ കിടക്കുന്നതെന്ന് എണ്ണാൻ പോലും പറ്റില്ല, അത്രയും പേര്. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നുള്ള നിലവിളികളായിരിക്കും, അത് ആരാണ് നിലവിളിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ അത്രയും ലോഡാണ് ഈ മെഡിക്കൽ കോളേജുകളൊക്കെ പ്രസവിക്കാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ പ്രസവിക്കാൻ വരുന്ന ആളുകൾക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു പ്രസവമാണ് ഇത്തരത്തിലുള്ളത്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, സത്യത്തില് ഞാനൊരു അമ്മയാണ്, ഞാനൊരു നോർമൽ ഡെലിവറി കഴിഞ്ഞ ആളാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടി എനിക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. കാര്യം പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം തെറ്റിദ്ധാരണകൾ ഇന്നും നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത് എല്ലാവർക്കും പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നല്ല സാമ്പത്തികമുള്ള മുന്തിയ പ്രൈവറ്റ് ആശുപത്രികളിൽ പ്രസവിക്കാൻ പറ്റുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടും. അതായത് കുടുംബാംഗങ്ങളും ഭർത്താവും ഒക്കെ കൂടെ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ലേബർ സ്വീറ്റിലൊക്കെ പ്രസവിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് ലേബർ സ്യൂട്ട് റൂം എന്താണെന്നുള്ളത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീലക്ഷ്മി അറക്കിലിട്ടൊരു പോസ്റ്റും സൗമ്യ സൈനിൽ പറഞ്ഞ ലേബർ സ്യൂട്ട് എന്ന് പറഞ്ഞൊരു സെറ്റപ്പും നിങ്ങൾ ആലോചിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാധാരണ ഒരു നോർമൽ ഹോസ്പിറ്റൽ, ഒരു സർക്കാർ സംവിധാനത്തിൽ പ്രസവിക്കാൻ പോകുന്ന ഒരു ലേഡിക്ക് ചിലപ്പോൾ ചുറ്റോറും നോക്കുമ്പോൾ കാണുന്നത് എന്തായിരിക്കും എന്ന് പറയുക, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കരച്ചിലും ബഹളവും പ്രശ്നവും, ആകെ മൊത്തം മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥ. ഓക്കെ, ഓൾറെഡി ചിലപ്പോൾ വീട്ടുകാർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണണം, അല്ലെങ്കിൽ ഭർത്താവ് ചിലപ്പോൾ എബ്രോഡായിരിക്കും, ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ ചിലപ്പോൾ വരികയുണ്ടാവില്ല, ചിലപ്പോൾ സ്വന്തം വീട്ടുകാർ വന്നാൽ ചിലപ്പോൾ ഒരു സ്ഥലത്ത് ആരും കയറ്റില്ല. ഇതാകെ മൊത്തം നോക്കുമ്പോൾ ഫുള്ള് ടെൻഷനായിട്ടും, പിന്നെ ഈ പറഞ്ഞ ഗർഭിണികളെ ഒരുമാതിരി അവരും പ്രസവിക്കും പോകുന്നുള്ള സെറ്റപ്പിൽ നോക്കുന്ന കുറേ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ആയിരിക്കും ചില ഹോസ്പിറ്റലിലൊക്കെ. അവർക്കൊക്കെ ഇത് സ്ഥിരം കണ്ട് അവർക്കൊരു ഇമോഷൻ കാണില്ല. മനസ്സിലായി? ഒരു കുട്ടി, ഒരു പ്രസവിക്കാൻ വരുന്നൊരു അമ്മയും പ്രസവിച്ച് വീഴുന്നൊരു കുട്ടിയൊക്കെ അവർക്ക് എല്ലാ ദിവസവും കാണുന്ന പ്രൊസീജിയർ ആയതുകൊണ്ട് അവർക്കതൊരു വിഷയമൊന്നും ആവില്ല. പക്ഷെ ആദ്യമായിട്ട് പ്രസവിക്കുന്ന ഒരു അമ്മയ്ക്ക് ആ പ്രൊസീജിയർ ആദ്യമായിട്ടാണ്, ആ കുട്ടിയെ കിട്ടുമ്പോൾ അവിടുത്തെ പ്രഷ്യസ് മൊമെൻ്റാണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഇതിനൊക്കെ സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യണം, ഒരു ഫെസിലിറ്റി ഉണ്ടാക്കണം. കാരണം അതിന് മാത്രം ടാക്സ് ഇവിടെ പിരിച്ചെടുക്കുന്നുണ്ട് ഇല്ലേ. ആരോഗ്യരംഗത്ത് പല രീതിയിലുള്ള പുരോഗമനം എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ഫോറിൻ ടെക്നോളജി അഡാപ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നു, വിദേശ മാതൃക കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് നമ്മുടെ മന്ത്രിമാർ വന്നിട്ട് തള്ളാറ്. അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ലേബർ സൂട്ടില്ലെങ്കിലും അത്യാവശ്യം ഒരു എബോവ് ആവറേജ് ഫെസിലിറ്റി ഇവിടെ വരുന്ന ഓരോ അമ്മമാർക്കും, ഓരോ ഗർഭിണികൾക്ക് ഉറപ്പാക്കാൻ പറ്റിയാൽ ഈ മരുന്നും ബാക്കി ഫെസിലിറ്റീസ് ഒക്കെ പോലെ തന്നെ മനസമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരു ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് കിട്ടുന്നത് മനസമാധാനമാണ്. ആ മനസമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നല്ല ഫെസിലിറ്റീസ് അവരുടെ സ്വന്തം ആൾക്കാരൊക്കെ ഒപ്പം നിർത്തുന്ന പോലെയൊക്കെ ആയാൽ വെൽ ആൻഡ് ഗുഡ്. അതിനൊക്കെയുള്ള ഫണ്ട് ഇവിടെ ഉണ്ട്, മാതൃകകളും നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനെങ്ങനെ അടിച്ചു മാറ്റണം എന്നുള്ളത് ആലോചിച്ച് ചിലപ്പോൾ ഇത് നടക്കില്ല. ആളുകൾക്ക് നല്ലത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രി വിചാരിച്ചത് ചെയ്യാനും പറ്റും. ഓക്കെ, കാരണം അതിനുള്ള മാത്രം റിസോഴ്സ് ഇവിടെ ഉണ്ട്, അതിന് മാത്രം ഹോസ്പിറ്റൽസ് ഇവിടെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഗവൺമെൻറ് ഇതിനായിട്ട് തുടങ്ങാൻ പറ്റും. പക്ഷേ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കണില്ല എന്നുള്ളത് മാത്രമാണ്. ഞാൻ പറയുമ്പോൾ പൈസ ഉള്ളതിനൊക്കെ ഓപ്റ്റ് ചെയ്യാം. ഇപ്പോൾ 3 ലക്ഷം 4 ലക്ഷമൊക്കെ ആയിട്ട് ഒരു ലേബർ സൂട്ടിൻ്റെ ചാർജ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ എത്ര പേർക്ക് അതിന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും? ഇവിടെ പല ആളുകളും കുട്ടി ഉണ്ടായാൽ എങ്ങോട്ട് പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുട്ടീനെ ഉണ്ടാക്കാൻ നടക്കുന്ന ടീംസ് ഈ നാട്ടിലുണ്ട്. അപ്പോൾ ഈ ദിയാകൃഷ്ണൻ്റെ വീഡിയോ എത്രത്തോളം വ്യൂവർഷിപ്പ് പോയതും അതിന് എത്രത്തോളം ആക്സെപ്റ്റൻസ് കിട്ടിയതും ആ ഒരു പ്രഗ്നൻസി വ്ളോഗിൻ്റെ ഒരു ഡയമെൻഷൻ ചേഞ്ച് ആവാനും കാരണം എന്താ, അവർ നോക്കുമ്പോൾ ഒരു സ്വപ്ന തുല്യമായിട്ടുള്ളൊരു സെറ്റപ്പാണ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കിട്ടിയില്ല, നമുക്ക് കിട്ടണില്ലല്ലോ എന്നുള്ളൊരു സംഗതിയും കൂടി വരുമ്പോൾ അതിൻ്റെ ആക്സെപ്റ്റൻസി നോർമലി ആയിട്ട് കൂടും. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം തന്നെ കമൻറ്റ് ബോക്സിലിട്ട്